ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ പാസ്റ്റ് സിമ്പിളിനെ കുറിച്ചിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ള ടെൻസിൽ നിന്ന് പാസ്റ്റ് സിമ്പിൾ വളരെ എളുപ്പമാണ്. ഡിഡിൻ്റെ പ്രയോഗം വരുന്നതും പാസ്റ്റ് സിമ്പിളിലാണ്. മറ്റുള്ള ടെൻസിലൊന്നും ഡിഡ് വരാറില്ല. ഇത് വളരെ എളുപ്പമാണെന്ന് പറയാനൊരു കാരണമുണ്ട്. മറ്റുള്ളതിൽ ടെൻസുകളിലൊക്കെ ഏകവചനമാണോ ബഹുവചനമാണോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ഹേസ് ആണോ ഹേവ് ആണോ ഡസ് ആണോ ഡു ആണോ അങ്ങനെയൊക്കെ ഉപയോഗിക്കണം. ഈ ടെൻസിൽ പാസ്റ്റ് സിമ്പിളിൽ അങ്ങനെ ഒരു കൺഫ്യൂഷനൊന്നുമില്ല. ഇവിടുത്തെ ഗ്രാമറിൻ്റെ നിയമം എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ ആദ്യം കർത്താവിനെ എഴുതി, ഏത് കർത്താവും ആയിക്കോട്ടെ, ഏകവചനം ആയിക്കോട്ടെ ബഹുവചനം ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല, വെർബിൻ്റെ പാസ്റ്റ് രൂപം ഉപയോഗിച്ചിട്ട് ഒബ്ജക്റ്റ് എഴുതി കഴിഞ്ഞാൽ, കർമ്മം എഴുതി കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസായി. സബ്ജക്റ്റ് ഏകവചനമായാലും ബഹുവചനമായാലും ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെർബിൻ്റെ പാസ്റ്റ് രൂപമാണ്. ഓരോ വെർബിനും 3 രൂപങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആദ്യത്തെ രൂപത്തിന് പ്രസൻറ്റ് എന്ന് പറയും, രണ്ടാമത്തേതിനെ പാസ്റ്റ് എന്ന് പറയും, മൂന്നാമത്തെ രൂപത്തിന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. ഇപ്പോൾ ഒരു വേർഡ് നോക്കുകയാണെങ്കിൽ ടേക്ക് എന്നുള്ളതാണെങ്കിൽ ടേക്ക്, ടുക്ക്, ടേക്കൺ. അപ്പോൾ ആദ്യത്തെ ടേക്ക് വെർബ് 1 എന്താണ്? വെർബ് 1, 2, 3 എന്നും നമുക്ക് സൗകര്യത്തിന് വേണ്ടി വിളിക്കാം. ടേക്ക് എന്നുള്ളത് പ്രസൻറ്റ് രൂപമാണ്, ടുക്ക് എന്നുള്ളത് പാസ്റ്റ് രൂപമാണ്, ടേക്കൺ എന്നുള്ളത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം. ഇനി ഈ നിയമം വെച്ച് നമ്മൾക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കാം. ഹി റോട്ട് എ ലെറ്റർ. ഹി റോട്ട് എ ലെറ്റർ. അവനൊരു കത്ത് എഴുതി. ഹി റോട്ട് എ ലെറ്റർ. അവൻ ഒരു കത്ത് എഴുതി. ഈ രീതിയിലാണ് അർത്ഥം വരിക. എഴുതി, പറഞ്ഞു, പോയി, ചെയ്തു, കഴിച്ചു എന്ന രീതിയിലാണ് നമുക്ക് എന്തെങ്കിലും സെൻറ്റൻസ് ഉണ്ടാക്കി പറയണമെങ്കിൽ പാസ്റ്റ് സിമ്പിളിൽ വേണം ചെയ്യാൻ. ശ്രദ്ധിക്കേണ്ടതൊന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് എത്രയോ ആയിക്കോട്ടെ, ഏകവചനമോ ബഹുവചനമോ എന്തോ ആയിക്കോട്ടെ, വെർബിൻ്റെ പാസ്റ്റ് രൂപം ഉപയോഗിച്ചിട്ട് പിന്നെ വരുന്ന ഒബ്ജക്റ്റും മറ്റും എഴുതി കഴിഞ്ഞാൽ ഈ സെൻറ്റൻസ് ആയി. അതുകൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞത്. കർത്താവ് ഏകവചനമാണോ ബഹുവചനമാണോ എന്നൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. പിന്നെ പൊതുവെ അറിയാമല്ലോ, ഹി ഷീ ഇറ്റ് ഇത് ഏകവചനമാണ്. ഐ വി യു ദേ ഇത് വരുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ടാണ് മറ്റുള്ള ടെൻസിലൊക്കെ പറഞ്ഞത്. ഇത് തന്നെ ഉപയോഗിക്കണം നമ്മൾ എടുത്തു പറഞ്ഞിരുന്നു. ഇവിടെ പിന്നെ അത്തരം ഡിസ്റ്റിങ്ഷനും വ്യത്യാസമൊന്നും ഇവിടെ വരുന്നില്ല. ഐ റോട്ട് എ ലെറ്റർ, ദേ റോട്ട് എ ലെറ്റർ, വി റോട്ട് എ ലെറ്റർ, യു റോട്ട് എ ലെറ്റർ. കണ്ടോ, ഒരു വ്യത്യാസമില്ല. ഐ യു വി ദേ എന്നും വരുമ്പോൾ. ഇനി ഹി ആണെങ്കിൽ ഹി റോട്ട് എ ലെറ്റർ, ഷീ ആണെങ്കിൽ ഷീ റോട്ട് എ ലെറ്റർ. അപ്പോൾ നമ്മൾ മറ്റുള്ള ടെൻസിൽ ശ്രദ്ധിക്കുന്നത് പോലെ സബ്ജക്റ്റ് ഏകവചനമാണോ ബഹുവചനമാണോ എന്നൊന്നും ഇവിടെ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഹി റോട്ട് എ ലെറ്റർ, അവനൊരു കത്ത് എഴുതി. ഇനി നമ്മൾക്ക് ചോദിക്കണം, അതിൽ അവനൊരു കത്ത് എഴുതിയോ എന്ന് ചോദിക്കണമെങ്കിലോ, ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ എല്ലാത്തിലും ഈ മോഡൽ വെർബിനെ, ഹെൽപ്പിംഗ് വെർബിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം. ഇവിടുത്തെ എന്താണ്? ഹി റോട്ട് എ ലെറ്റർ. റോട്ട് എന്ന് പറഞ്ഞാൽ ഡിഡ് റൈറ്റ് എന്നാണ്. ഡിഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റോട്ട് എഴുതി. അപ്പോൾ ഇതിൽ ചോദ്യം ഉണ്ടാക്കാൻ നമ്മൾ ഡിഡിനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവൻ കത്ത് എഴുതിയോ എന്ന് ചോദിക്കണം. എന്താണ് വേണ്ടത്? ഡിഡ് ഹി റൈറ്റ് എ ലെറ്റർ. അവനൊരു കത്ത് എഴുതിയോ. ഇനി അതിന് നമ്മൾ ആൻസർ പറയുകയാണെങ്കിൽ നോ ഹി ഡിഡ് നോട്ട്. അപ്പോൾ ഇല്ല എന്ന് പറയാൻ എഴുതിയില്ല, പറഞ്ഞില്ല, ചെയ്തില്ല എന്ന് പറയാൻ ഇവിടെ ഡിഡ് നോട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ടെൻസിലത്തെ മാത്രം കാര്യമാണ്. മറ്റുള്ള ടെൻസിലൊക്കെ വേറെ നിയമങ്ങളാണ്. നോട്ടിൻ്റെ കൂടെ വേറെ എന്തൊക്കെയോ ചേർക്കും. ഇവിടെ ചേർക്കുന്നത് ഡിഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഇല്ല, ചെയ്തില്ല, പറഞ്ഞില്ല, പോയില്ല എന്നൊക്കെ പറയാൻ ഐ ഡിഡ് നോട്ട് സ്പീക്ക്, ഞാൻ സംസാരിച്ചില്ല. അപ്പോൾ അവനൊരു കത്ത് എഴുതിയില്ല എന്ന് പറയാൻ ഹി ഡിഡ് നോട്ട് റൈറ്റ് എ ലെറ്റർ. അവനൊരു കത്ത് എഴുതിയില്ല. ഇനി അവൻ കത്ത് എഴുതിയില്ലേ എന്നാണ് ചോദിക്കുന്നുണ്ടെങ്കിലോ, അപ്പോൾ നോട്ട് വീണ്ടും വരണം ഡിഡിൻ്റെ കൂടെ. ഡിഡ് നോട്ട് എന്ന് പറഞ്ഞില്ല, അതിന് മുന്നോട്ട് അതേപടി കൊണ്ടുവരിക. ഡിഡ് നോട്ട് ഹി. അപ്പോൾ ഈ ഡിഡ് നോട്ട് നമ്മൾ ഈ സംസാര ഭാഷയിൽ എന്നെ ചുരുക്കി പറയുമ്പോൾ ഡിഡിൻ്റെ എന്നാണ് ഉപയോഗിക്കണം. അപ്പോൾ ഡിഡിൻ്റെ ഹി റൈറ്റ് എ ലെറ്റർ. എഴുത്ത് ഭാഷയിലല്ല, ഇത് നമ്മൾ സംസാര ഭാഷയിലാണ്. അപ്പോൾ അവിടെ ഡിഡ് നോട്ട് ഉപയോഗിക്കണം എഴുതുമ്പോൾ. ഡിഡിൻറ്റ് ഹി റൈറ്റ് എ ലെറ്റർ. ഡിഡിൻ തന്നെ ഇല്ലേ, ഡിഡിൻ ഹി റൈറ്റ്, അത് എഴുതിയില്ലേ എന്നായി. ഡിഡിൻ ഹി റൈറ്റ് എ ലെറ്റർ. ഇതുപോലെ തന്നെയാണ് ഹീനെ മാറ്റി നമ്മൾ ഐ വയ്ക്കുക. ഡിഡിൻ ഐ റൈറ്റ് എ ലെറ്റർ, ഡിഡിൻ ദേ റൈറ്റ് എ ലെറ്റർ. അവരൊരു കത്ത് എഴുതിയില്ലേ എന്നുള്ള അർത്ഥമാണ്. ഈ പാസ്റ്റ് സിമ്പിളിന് പ്രസൻറ്റ് പെർഫെക്റ്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. പ്രസൻറ്റ് പെർഫെക്റ്റിലും ഏകദേശം ഇതുപോലെ തന്നെയാണ് അർത്ഥം വരുന്നത്. എങ്കിലും ചില വ്യത്യാസമുണ്ട്. അത് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചില ഡിഡ് ഉപയോഗിക്കേണ്ട സമയങ്ങളിൽ നമ്മൾ ഡിഡിനെ മാറ്റിയിട്ട് ഡിഡ് അല്ല ഉപയോഗിക്കേണ്ട ചില സമയങ്ങളിൽ ഹാവ് ആണ്. അത് നമുക്ക് കൺഫ്യൂസ് ആവും. ഡിഡ് ആണോ അതോ ഹാവ് ആണോ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. കാരണം രണ്ടിൻ്റെയും അർത്ഥത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല.
ഡിഡിൽ പാസ്റ്റ് സിമ്പിളിൽ പറയുന്നത് പാസ്റ്റിലത്തെ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ പ്രസൻറ്റ് പെർഫെക്റ്റിലും പാസ്റ്റിലത്തെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, പാസ്റ്റിൽ തുടങ്ങിയിട്ടുള്ള ആ കാര്യം പാസ്റ്റിൽ അവസാനിക്കുന്നുണ്ട്. അതിനൊരു സ്പെസിഫൈഡ് ടൈം ഉണ്ട് ഈ പാസ്റ്റ് സിമ്പിളിൽ. പക്ഷേ പ്രസൻറ്റ് പെർഫെക്റ്റിന് അതിനൊരു സ്പെസിഫിക് ടൈമില്ല. ആ ആക്ഷൻ അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഇപ്പോഴും സംഭവിക്കുന്നു, അല്ലെങ്കിൽ അതിന് ഒരു റിലേഷൻ ഈ പ്രസൻറ്റുമായിട്ടുണ്ട്. പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിൽ ഹാവ് വെച്ചിട്ട് ചോദ്യം ചോദിക്കേണ്ട സമയത്ത് നമ്മൾ ചിലപ്പോൾ ഡിഡ് ഉപയോഗിക്കും, ഡിഡ് ഉപയോഗിക്കേണ്ട സമയത്ത് ചിലപ്പോൾ ഹാവ് ഉപയോഗിക്കും. ഇതിനൊരു പരസ്പരം ഒരു വ്യത്യാസമുണ്ട്. എപ്പോഴൊക്കെ ഏതൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതിന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് റിഫർ ചെയ്യുക. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇതിൽ ഉൾപ്പെടുത്താം സംശയമുള്ളവർക്ക്. അപ്പം നമ്മൾ പാസ്റ്റ് സിമ്പിൾ പഠിച്ചു. കർത്താവിൻ്റെ പ്രശ്നം വരുന്നില്ല. ഏതായാലും വെർബിൻ്റെ പാസ്റ്റ് രൂപം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയി. ഇനി നമ്മൾ അതിൻ്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആക്കുകയാണെങ്കിൽ ഹി റോട്ട് എ ലെറ്റർ, ഡിഡ് ഹി റൈറ്റ് എ ലെറ്റർ, ഡിഡ് ഹി റൈറ്റ് എ ലെറ്റർ, അവനൊരു കത്ത് എഴുതിയോ? അപ്പം എന്താ, യെസ് ഹി റോട്ട് എ ലെറ്റർ, അവനൊരു കത്ത് എഴുതി. ഇനി അവനൊരു കത്ത് എഴുതിയില്ല എന്നാണ് ഉത്തരം പറയേണ്ടതെങ്കിലോ, നോ ഹി ഡിഡ് നോട്ട് റൈറ്റ് എ ലെറ്റർ, നോ ഹി ഡിഡ് നോട്ട് റൈറ്റ് എ ലെറ്റർ, അവനൊരു കത്ത് എഴുതിയില്ല. ഇനി എഴുതിയില്ലേ എന്നാണ് ഒരു ചോദ്യം ചോദിക്കേണ്ടവല്ലോ. ഞാൻ അവനോട് എഴുതാൻ പറഞ്ഞിരുന്നല്ലോ, കളിക്കാൻ പോകാൻ പറഞ്ഞു, അവൻ പോയില്ലേ, ഇല്ലേ, അപ്പം നോട്ട് വരണം അവിടെ. ഡിഡിൻറ്റ് ഹി റൈറ്റ് എ ലെറ്റർ. ഇങ്ങനെ 3-4 രീതിയിലാണ് ഇതിലുണ്ടാക്കാൻ പറ്റുന്നത് ചോദ്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നിൽ അവൻ എന്തെഴുതി, എപ്പോൾ എഴുതി, എങ്ങനെ എഴുതി എന്നൊക്കെ ചോദിക്കണമെങ്കിൽ അതിൻ്റെ മുന്നിൽ വാട്ടെന്നോ വേറെന്നോ വൈ എന്നോ ഹൗ എന്നോ നിങ്ങളുടെ സൗകര്യം പോലെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യമായി. അവൻ എന്താണ് എഴുതിയത് എന്ന് ചോദിക്കണം. അപ്പോൾ എന്ത് എന്നുള്ളതിന് വാട്ട്. അപ്പോൾ ആ ഡിഡിന് മുന്നിൽ അവിടെ കൊണ്ടുവയ്ക്കണം, വാട്ട് ഡിഡ് ഹി റൈറ്റ്, അവൻ എന്തെഴുതി. ഇനി അവൻ എപ്പോഴാണ് എഴുതിയെന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ വെന്ന് കൊണ്ടുവന്ന് വയ്ക്കുക, വെൻ ഡിഡ് ഹി റൈറ്റ്, അവൻ എപ്പോഴാണ് എഴുതിയത്. ഐ ഡോണ്ട് നോ വെൻ ഹി റോട്ട്. അപ്പം നമുക്ക് ചോദ്യം വാട്ടും വേറും വെന്നും വൈയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കണമെങ്കിൽ ആ വാക്കുകളെ, ചോദ്യവാക്കുകളെ സെൻറ്റൻസിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാൽ ചോദ്യമായി. വാട്ട് ഡിഡ് ഹി റൈറ്റ്, വെൻ ഡിഡ് ഹി റൈറ്റ്, എങ്ങനെയാണ് എഴുതിയത്, ഹൗ ഡിഡ് ഹി റൈറ്റ്, വേർ ഡിഡ് ഹി റൈറ്റ്, എവിടെയാണ് എഴുതിയത്. ഈ രീതിയിലാണ് ഇതിൽ ചോദ്യം ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ്. കർത്താവിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുമ്പോൾ വെർബിൻ്റെ പാസ്റ്റ് രൂപം ഉപയോഗിക്കുക. ചോദ്യം ഉണ്ടാക്കുമ്പോൾ ഡിഡിനെ ആദ്യത്തേക്ക് കൊണ്ടുപോവുക. സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗത്ത് ഡിഡ് ഹി റൈറ്റ്, അവൻ എഴുതിയോ, ഡിഡിൻറ്റ് ഹി റൈറ്റ്, അവൻ എഴുതിയില്ലേ. ഈ രീതിയിലാണ് ചോദ്യം ഉണ്ടാക്കുന്നത്. ഇനി വാട്ടും വേറും വൈയും ഹൗവും വെച്ചിട്ടാണെങ്കിൽ വാട്ടിനെ മുന്നോട്ട് കൊണ്ടുവരിക. വാട്ട് ഡിഡ് ഹി റൈറ്റ്, വെൻ ഡിഡ് ഹി റൈറ്റ്, എപ്പോഴാണ് അവൻ എഴുതിയത്, എങ്ങനെയാണ് എഴുതിയത്, എപ്പോഴൊക്കെ അവൻ എഴുതിയത് ചോദിക്കണം. എപ്പോഴൊക്കെ, ഹൗ ഓഫൺ ഡിഡ് ഹി റൈറ്റ്, എപ്പോഴൊക്കെ അവൻ എഴുതി. ഇപ്പോൾ എന്ത് ചോദ്യമാണോ ചോദിക്കേണ്ടതിൻ്റെ ബേസിക് അതാണ്. ഈ പാസ്റ്റ് രൂപമാണ് വെർബിൻ്റെ പാസ്റ്റ് ഉപയോഗിക്കുക. ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ ഡിഡ് മുന്നോട്ട് കൊണ്ടുവരിക. നെഗറ്റീവ് ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ ഡിഡ് നോട്ട് ഉപയോഗിക്കുക. ഇതാണ് പാസ്റ്റ് സിമ്പിൾ. വളരെ എളുപ്പമാണ് പഠിക്കാൻ. ആര് വന്നാലും പോയാലും ഇതിൽ ഡിഡാണ്, ഡിഡ് നോട്ടാണ്. ഡസും ഡു നോട്ടൊന്നും ഇതിൽ വരില്ല, കാരണം ഇത് പാസ്റ്റ് സിമ്പിളാണ്. പാസ്റ്റ് സിമ്പിളിൻ്റെ റൂൾ ഡിഡാണ്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഡിഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റോട്ട്. ഡിഡ് റൈറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം റോട്ടെന്നാണ്, എഴുതി. ഡിഡ് ഗോ, അതിൻ്റെ അർത്ഥം വെൻറ്റ്. ഡിഡ് സേ, സെഡ്. ഇത് മനസ്സിലാക്കി വയ്ക്കുക. ഇതാണ് ഇപ്പം ഇതിൻ്റെ ഈ ടെൻസിലത്തെ എസൻസ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ച മറുപടി തരുന്നതാണ്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വീഡിയോയിൽ കുറച്ച് നല്ല ടോപ്പിക്കുകളും സെൻറ്റൻസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.